യാത്രയിലും കർത്താവിൻ്റെ വിലയേറിയ സന്നിധിയിൽ ഒരുമിച്ച് ചേർന്ന് വരുവാൻ ദൈവം നമുക്ക് നൽകിയ സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം ഗിരിപ്രഭാഷണത്തെ അധികരിക്കുന്ന ആത്മിക പാഠങ്ങൾ ചിന്തിച്ച് വരികയായിരുന്നു. ആരാണ് ഭാഗ്യവാൻ എന്ന ചോദ്യത്തിലാണ് നമ്മൾ കഴിഞ്ഞ പാഠം ചിന്തിക്കാനിടയായിട്ട് തീർന്നത്. ആ ചോദ്യത്തിന് നമ്മുടെ കർത്താവ് നൽകിയിട്ടുള്ള 9 മറുപടികൾ, വിശദീകരണങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം ധ്യാനിച്ച് വരികയായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഭാഗ്യവാന്മാരാണോ എന്നുള്ളതായ കാര്യം പരിശോധിക്കാൻ പറ്റണം. ഭാഗ്യവാന്മാരല്ലാന്ന് മനസ്സിലാകുന്നെങ്കിലും നിരാശപ്പെടാനായിട്ട് ആവശ്യമില്ല. നമുക്ക് ഭാഗ്യവാന്മാരുടെ ഗണത്തിലേക്ക് വരാനുള്ളതായ എല്ലാ സാധ്യതയും ഉണ്ട്. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാരാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പരിശോധിക്കുമ്പോൾ എനിക്കത്ര സൗമ്യതയില്ല എന്ന് മനസ്സിലായാൽ, അത് തിരിച്ചറിയാനായിട്ട് സാധിച്ചാൽ നമ്മുടെ കർത്താവിൻ്റെ സൗമ്യത പഠിക്കാം. നമുക്ക് ആ ഭാഗ്യവാന്മാരുടെ ഗണത്തിലേക്ക് വരാനായിട്ട് സാധിക്കും. ഇവിടെ ഒരു പരമാർത്ഥ ഹൃദയമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അതുകൊണ്ട് നാം ചിന്തിച്ച സത്യങ്ങൾ ആ നിലയിൽ പ്രായോഗികമാക്കി വരുന്ന ദിവസങ്ങളിൽ ഭാഗ്യവാന്മാരായിട്ട് സാക്ഷ്യം വഹിക്കുവാൻ സാധിക്കട്ടെ. നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ ഈ ഭാഗ്യം മുഴുവനായിട്ടും വെളിപ്പെടുത്തപ്പെടുവാൻ ഇടയായിട്ട് തീരും. ആ നല്ല നാളുകളെ മുമ്പിൽ കണ്ടുകൊണ്ട് വളരെ പ്രതീക്ഷയോടെ ജീവിച്ച് സാക്ഷ്യം വഹിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മൾ ഈ പ്രസംഗത്തിലെ അടുത്ത പാഠത്തിലേക്ക് വരാം എന്ന് ആഗ്രഹിക്കുകയാണ്. അതൊരു ചോദ്യമായിട്ടാണ് ആ പാഠത്തിൻ്റെ തലക്കെട്ട് ഞാൻ പറയുന്നത്. നിങ്ങളാരാണ് എന്ന് ഒരു ചോദ്യം നമ്മൾ ചിന്തിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഈ 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ തൻ്റെ മുമ്പിൽ അടുത്തിരിക്കുന്ന ശിഷ്യന്മാർ, വലിയൊരു പുരുഷാരമുണ്ട്, എത്ര പേരുണ്ടെന്ന് നമുക്കറിയാൻ പാടില്ല. പക്ഷേ ശിഷ്യന്മാർ അടുക്കൽ വന്നു, കർത്താവിൻ്റെ അടുത്ത് ഇരിപ്പുണ്ട്. അപ്പോൾ അവരെയാണ് കർത്താവ് പ്രധാനമായിട്ടും കണ്ട് ഈ പ്രസംഗം പറയുന്നത്. അപ്പോൾ 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ നിങ്ങളാരാണ് എന്നുള്ളതായ കാര്യം നമ്മുടെ കർത്താവ് വെളിപ്പെടുത്തുകയാണ്. ആ വാക്യങ്ങൾ നമുക്ക് പിന്നീട് വായിക്കാം. നമുക്ക് നല്ല പരിചയമുള്ള വാക്യങ്ങളാണ്. അതിൻ്റെ മുഴുവൻ വിശകലനത്തിലേക്ക് നമ്മൾ ഇന്ന് പോകുന്നില്ല. അപ്പം അതുകൊണ്ട് 2 പ്രധാനപ്പെട്ട ഉത്തരങ്ങളാണ് നമുക്ക് ഈ വാക്യങ്ങളിൽ കാണാനായിട്ട് സാധിക്കുന്നത്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഒന്ന്, 13ാമത്തെ വാക്യത്തിൽ നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു വിശദീകരണം കർത്താവ് അവിടെ പറയുന്നുണ്ട്. രണ്ടാമതൊരു ഉത്തരം, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ്. 14ാമത്തെ വാക്യത്തിൽ നമ്മളത് കാണുകയാണ്. അപ്പോൾ എനിക്ക് ഈ വചനത്തിൻ്റെ മുമ്പിൽ ഇന്ന് രാവിലെ മുതൽ എന്നെ അത്ഭുതപ്പെടുന്നൊരു സത്യമുണ്ട്. കർത്താവ് ഈ ശിഷ്യന്മാരോട് നിങ്ങളാരാണ് എന്നുള്ളതായ കാര്യം വളരെ കൃത്യമായി പറഞ്ഞു കൊടുക്കുകയാണ്. നമ്മുടെ കർത്താവിൻ്റെ ആളത്വത്തിൻ്റെ മഹത്വത്തിൻ്റെ മുമ്പിൽ ഞാനിന്ന് പകൽ വീണ്ടും അത്ഭുതപ്പെടുവാനിടയായിട്ട് തീർന്നു. നമ്മുടെ കർത്താവ് പ്രത്യേകിച്ച് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ കർത്താവ് ആരാണ് എന്നുള്ളത് പല സത്യങ്ങളിലൂടെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞിട്ടുള്ള വാക്കുകൾക്ക് ഒരു പേരുണ്ടല്ലോ, നമ്മുടെ കർത്താവിൻ്റെ അവകാശവാദങ്ങൾ. അവകാശവാദങ്ങൾ വേറെ ആരെയും കുറിച്ച് പറഞ്ഞതല്ല, പിന്നെ ആരെക്കുറിച്ച് പറഞ്ഞതാണ്? കർത്താവിനെ കുറിച്ച് തന്നെ പറഞ്ഞതാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ ചിന്തിച്ചിട്ടുണ്ട്. നിങ്ങളൊരു വാചകം ഞാൻ ചേർത്ത് ഓർപ്പിക്കുകയാണ്. കർത്താവിനെ ശരിക്കും
മനസ്സിലാക്കണമെങ്കിൽ കർത്താവിനെക്കുറിച്ച് ആളുകൾ എഴുതിയ പുസ്തകങ്ങൾ വായിച്ചിട്ട് കാര്യമില്ല. പുസ്തകങ്ങൾ വായിച്ചാൽ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവില്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ കർത്താവിനെക്കുറിച്ച് ഏറ്റവും കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകണമെങ്കിൽ കർത്താവിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതായ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. എന്താ അതിൻ്റെ കാരണം? നമ്മുടെ കർത്താവ് ദൈവമാണ്. അപ്പോൾ ദൈവത്തെക്കുറിച്ച് മറ്റുള്ള ആളുകൾ എന്തെഴുതുന്നു, എന്തൊക്കെ പറഞ്ഞിരിക്കുന്നു എന്നുള്ളതിനേക്കാൾ എത്രയോ പ്രധാനമാണ് ദൈവത്തെ ദൈവം തന്നെ വെളിപ്പെടുത്തേണ്ടിയിരിക്കുന്നു. ദൈവം വെളിപ്പെടുത്തിയാലേ ദൈവത്തെ നമുക്ക് മനസ്സിലാകേണ്ടതുപോലെ മനസ്സിലാവുകയുള്ളൂ. ആ വലിയ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഒത്തിരി പോകേണ്ടതില്ല എന്ന് കരുതുകയാണ്. അപ്പോൾ കർത്താവ് ആരാണ് എന്നുള്ളതായ കാര്യം വെളിപ്പെടുത്തുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഈ വെളിപ്പെടുത്തലുകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. കാരണം കർത്താവ് പറഞ്ഞ ചില വാക്കുകൾ സാധാരണ ആരും തങ്ങളെക്കുറിച്ച് പറയുന്നതല്ല. ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു. ലോകത്തിൽ ആരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ആരും പറഞ്ഞിട്ടില്ല, ആർക്കും പറയാൻ പറ്റുകയുമില്ല. അപ്പോൾ അതിലൊക്കെ കർത്താവിൻ്റെ ദൈവത്വം വെളിപ്പെടുത്തപ്പെടുന്നു എന്നുള്ളതായ വലിയ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുകയാണ്. അപ്പോൾ കർത്താവിനെക്കുറിച്ച് ഒരാൾ പഠിക്കണമെന്നാഗ്രഹിച്ചാൽ, ക്രിസ്തുശാസ്ത്രം പഠിക്കണമെന്നാഗ്രഹിച്ചാൽ യേശു ക്രിസ്തുവിൻ്റെ അവകാശവാദങ്ങളെ മാറ്റി നിർത്തി ക്രിസ്തുശാസ്ത്രം പഠിക്കാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കും ലളിതമായ വായനയിൽ നമ്മുടെ കർത്താവിനെക്കുറിച്ചുള്ള കർത്താവിൻ്റെ മഹത്വം ഈ അവകാശവാദങ്ങളിലൂടെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കും. ഈ അടുത്ത ദിവസങ്ങളിൽ മാളികമുറിയിലെ പ്രസംഗത്തെക്കുറിച്ചുള്ളതായ ചെറിയ പഠനത്തിൽ ഓർത്തൊരു കാര്യം, പരിശുദ്ധാത്മാവ് വരുമ്പോൾ പരിശുദ്ധാത്മാവ് ബോധം വരുത്തുന്ന 3 കാര്യം യോഹന്നാൻ്റെ സുവിശേഷത്തിൽ കർത്താവ് പറയുന്നുണ്ട്. അവൻ പാപത്തെക്കുറിച്ച് ബോധം വരുത്തും. രണ്ടാമത്തെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നീതിയെക്കുറിച്ച് ബോധം വരുത്തും. മൂന്നാമത്തേത് ന്യായവിധിയെക്കുറിച്ച് ബോധം വരുത്തും. അപ്പോൾ അതിനൊക്കെ കർത്താവ് വിശദീകരണം പറയുന്നുണ്ട്. അത് രണ്ടാമത്തെ കാര്യത്തിൻ്റെ വിശദീകരണം, ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുകയും നിങ്ങൾ ഇനി എന്നെ കാണാതിരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് നീതിയെക്കുറിച്ച് എന്ന് പറഞ്ഞാൽ കർത്താവ് മരിക്കാനായിട്ടുള്ള സമയം അടുത്തിരിക്കുകയാണ്. മരണത്തിൻ്റെ തലേ രാത്രിയിലാണല്ലോ മാളികമുറിയിൽ പ്രസംഗം പറയുന്നത്. അപ്പോൾ കർത്താവ് പറയുകയാണ്, ഞാൻ പോവുകയാണ്, മരിച്ച ശേഷം ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്യുന്ന കാര്യമാണ് കർത്താവ് അവിടെ പറയുന്നത്. അപ്പം ഞാൻ പോവുകയും നിങ്ങൾ ഇനി എന്നെ കാണാതിരിക്കുകയും ചെയ്യുന്നതുകൊണ്ട് നീതിയെക്കുറിച്ച് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കർത്താവ് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്തപ്പോൾ ആരുടെ നീതി ഉറപ്പിക്കപ്പെട്ടു? ആരുടെ നീതി ഉറപ്പിക്കപ്പെട്ടു? യേശുക്രിസ്തുവിൻ്റെ നീതി ഉറപ്പിക്കപ്പെട്ടു. ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നെന്ന് കർത്താവ് പറഞ്ഞെങ്കിൽ അത് അവിടെയൊക്കെ ചോദ്യം ചെയ്യപ്പെട്ടു. പക്ഷേ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്തപ്പോൾ അത് തെളിയിക്കപ്പെടുവാൻ ഇടയായിട്ട് തീർന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവിൻ്റെ അവകാശവാദങ്ങൾ സത്യമാണെന്നുള്ളത് നമ്മുടെ കർത്താവിൻ്റെ പുനരുദ്ധാനവും സ്വർഗാരോഹണവും തെളിയിച്ചതായ വലിയ സത്യമാണ്. ഈ അടുത്ത ദിവസങ്ങളിൽ ധ്യാനിച്ചൊരു കാര്യമായതുകൊണ്ട് ഞാനിത് വന്നപ്പോൾ ചേർത്ത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ കർത്താവിനെ വെളിപ്പെടുത്തുന്നുണ്ട്. പിന്നെ കർത്താവിനെ വെളിപ്പെടുത്തുന്ന മറ്റൊരു പ്രധാനപ്പെട്ടതായ വേദഭാഗം വെളിപ്പാട് ദിവസം 2-3 അധ്യായങ്ങളാണ്. ആ 2-3 അധ്യായങ്ങളിൽ 7 സഭകൾക്കുള്ള ദൂതുകളാണ്. ഓരോ ദൂതുകളും തുടങ്ങുമ്പോൾ കർത്താവ് ആരെക്കുറിച്ചാണ് പറയുന്നത്? കർത്താവിനെക്കുറിച്ച് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ ഈ ദൂത് ആരാണ് നൽകുന്നത് എന്നുള്ളതായ കാര്യം വളരെ വ്യക്തമായി വെളിപ്പെടുത്തുകയാണ്. അപ്പോൾ ഞാനതിന് ഒരു പേര് കൊടുക്കുന്നത് സഭകളുടെ ക്രിസ്തു എന്നുള്ളതായ പേരിലാണ് ചിന്തിക്കാനിടയായിട്ട് തീർന്നത്. കാരണം സഭകളോട് കർത്താവ് സംസാരിക്കുമ്പോൾ ഓരോ സഭകൾക്കും
വ്യത്യസ്തമായ നിലയിലാണ് കർത്താവ് തന്നെ വെളിപ്പെടുത്തുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെ ഒരു കാര്യം ഓർപ്പിക്കുകയാണ്. നമ്മൾ കർത്താവിനെക്കുറിച്ച് പഠിക്കുമ്പോൾ കർത്താവിനെ പ്രത്യേകിച്ച് സഭാജീവിതത്തിൽ വളരെ കൃത്യമായി മനസ്സിലാക്കാനായിട്ടുള്ള ഏറ്റവും മനോഹരമായ വഴി ഈ 7 ദൂതുകളിൽ കർത്താവിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതായ വാക്കുകളാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ സ്വയപഠനത്തിന് വേണ്ടി സഹായകരമായി തീരത്തക്കവണ്ണം ഞാൻ ഓർപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ഇന്ന് ഈ കാര്യം ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് പരിചയപ്പെടുന്നതിൽ എനിക്ക് ഏറ്റവും സ്പർശകമായി തീർന്നിട്ടുള്ള ഒരു വാക്യമുണ്ട്. എനിക്കൊരു പ്രേരണ തോന്നി, അത് ഈ ക്ലാസ്സിൽ എൻ്റെ വിഷയത്തിൽ നിന്ന് അല്പം മാറിയാണെങ്കിലും ഒന്ന് പറയണം എന്നൊരു പ്രേരണ ദൈവാത്മാവ് തന്നതുകൊണ്ട് അത് ഏത് വാക്യം നിങ്ങൾക്കും അറിയാം. ഞാൻ കൂടെ പറയുന്നതായൊരു വാക്യമാണ്. തുയഥൈര സഭയ്ക്കുള്ള ദൂതിൽ കർത്താവ് പരിചയപ്പെടുത്തുമ്പോൾ സകല സഭകളും അറിയേണ്ട ഒരു കാര്യം അവിടെ പറയുന്നുണ്ട്. നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. 2-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യം. അവരുടെ മക്കളെയും ഞാൻ കൊന്നുകളയും, ഞാൻ ഉൾപ്പൂവുകളെയും ഹൃദയങ്ങളെയും ആരായുന്നവനെന്ന് സകല സഭകളും അറിയും. നിങ്ങളുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം ഞാൻ നിങ്ങൾക്ക് ഏവർക്കും പകരം ചെയ്യും. ഞാനത് വിശദീകരിക്കാനായിട്ട് ശ്രമിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർപ്പിക്കട്ടെ, നമ്മുടെ കർത്താവിൻ്റെ ഈ വാക്ക് കർത്താവിനെ ഇങ്ങനെ മനസ്സിലാക്കിയാൽ നമ്മൾ വിജയകരമായ സഭാജീവിതം എന്നുള്ള പേരിലൊരു പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൽ എങ്ങനെ ഒരാൾക്ക് വിജയകരമായി സഭാജീവിതം നയിക്കാം എന്നുള്ളതാണ് വിശദീകരിച്ചിട്ടുള്ളത്. വിജയകരമായ സഭാജീവിതത്തിൻ്റെ താക്കോൽ ഏതാണെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയുന്ന വാക്യം ഇതാണ്. അവിടെ കർത്താവിനെക്കുറിച്ച് വെളിപ്പെടുത്തുകയാണ്. അപ്പോൾ ഈ അറിവ് ഒരു വ്യക്തിക്ക് ഉണ്ടായാൽ ആ അറിവിനോട് വിശ്വസ്തമായി പ്രതികരിക്കുവാൻ ഇടയായിട്ട് തീർന്നാൽ നിശ്ചയമായിട്ടും സഭാജീവിതം വിജയകരമായിട്ട് നയിക്കുവാൻ സാധിക്കും. അതിൻ്റെ എല്ലാ വിശദാംശങ്ങളും ഈ പാഠത്തിൽ പറയാൻ പറ്റുകയില്ല. എങ്കിൽ ഞാൻ ഈ വാക്യത്തിൽ നിന്നൊരു 3 കുറിപ്പുകൾ വിശദീകരണം കൂടാതെ പറയണം എന്ന് വിചാരിക്കുകയാണ്. ഒത്തിരി വിശദീകരണം പറയുന്നില്ല. 1, സഭാകാന്തൻ്റെ ഒരു പ്രത്യേകത പറയുന്നുണ്ട് ഇവിടെ. സഭാകാന്തൻ തന്നെ അത് പറയുന്നത്. എന്താ പ്രത്യേകത? ഞാൻ ഉൾപ്പൂവുകളെയും ഹൃദയങ്ങളെയും ആരായുന്നവനാണ്. നിങ്ങളതൊന്ന് പേഴ്സണലായിട്ട് ചിന്തിച്ചു നോക്കിക്കേ. സഭാകാന്തനായ കർത്താവ് നമ്മുടെ ഉൾപ്പൂവുകളെയും ഹൃദയങ്ങളെയും ആരായുന്നവനാണ്. അപ്പം ഞാൻ സഭയെക്കുറിച്ചോ സഭയിലൊരാളെക്കുറിച്ചോ തെറ്റായൊരു കാര്യം ചിന്തിക്കുന്നത് തന്നെ ആരറിയും? കർത്താവ് അറിയും. അപ്പോൾ ആ അറിവ് വളരെ സൂക്ഷ്മതയോടെ ഭയത്തോടെ പ്രവാസകാലം കഴിക്കത്തക്കവണ്ണം മുഖാന്തരമായിട്ട് തീരും. അപ്പോൾ സഭാജീവിതത്തിൽ നമ്മൾ ഓരോ കാര്യവും വേറെ ആരെയും പ്രസാദിപ്പിക്കാനായിരിക്കില്ല ചെയ്യുന്നത്. ആരെ പ്രസാദിപ്പിക്കാനായിരിക്കും? സഭാകാന്തനെ പ്രസാദിപ്പിക്കണം. അപ്പോൾ യോഗത്തിന് ഇന്ന് പോയില്ലെങ്കിൽ ചുമതലപ്പെട്ടവരോ അല്ലെങ്കിൽ കൂട്ടുസഹോദരന്മാരാരും കാണുമ്പോൾ യോഗത്തിന് കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞാൽ അവരോട് പറയാൻ നമ്മുടെ മനസ്സിലൊരു ഉത്തരം വേണമെങ്കിൽ നമ്മൾ കരുതും. പക്ഷെ അവരോട് പറയുന്ന ഉത്തരം ആരോട് പറയാൻ പറ്റുകയില്ല. എപ്പോഴും സഭാകാന്തനോട് പറയാനായിട്ട് പറ്റുകയില്ല. പ്രിയപ്പെട്ടവരെ, എന്നെ അനേക വർഷങ്ങളായി ഭയപ്പെടുത്തുന്നതായൊരു സത്യമാണിത്. കാരണം നമ്മുടെ കർത്താവ് ഉൾപ്പൂവുകളെയും ഹൃദയങ്ങളെയും ആരായുന്നവനാണ്. ഇത് പറഞ്ഞിട്ട് കർത്താവ് പറയുകയാണ്, അത് സകല സഭകളും അറിയും. എല്ലാ സഭാംഗങ്ങളും നിർബന്ധമായിട്ട് ഇത് അറിഞ്ഞിരിക്കേണ്ടിയിരിക്കുന്നു. ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. 2-ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്,
സഭാകാന്തൻ പ്രവൃത്തിക്ക് തക്കവണ്ണം പകരം ചെയ്യുന്നവനാണ്. നമ്മുടെ കർത്താവ് സ്നേഹവാനാണ്, സഭാകാന്തൻ സ്നേഹവാനാണ്, സഭയ്ക്ക് വേണ്ടി ജീവനെ തന്നവനാണ്. പക്ഷേ തെറ്റായിട്ടുള്ള ചിന്തകൾക്ക്, തെറ്റായിട്ടുള്ള ആലോചനകൾക്ക്, തെറ്റായിട്ടുള്ള വാക്കുകൾക്ക്, തെറ്റായ പ്രവൃത്തികൾക്ക് സഭാകാന്തൻ കൃത്യമായി പകരം ചെയ്യും. അതുകൊണ്ട് വിജയകരമായി സഭാജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ആരോടും പകരം ചെയ്യാനായിട്ടൊന്നും ആലോചിക്കണ്ട, ഒന്നും പ്ലാൻ ചെയ്യേണ്ട ആവശ്യമില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവിനെ കുറിച്ച് ഇവിടെ ദൈവാത്മാവ് വെളിപ്പെടുത്തുന്നതായ കാര്യം, ഓരോരുത്തൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പകരം ചെയ്യുന്നവനാണ് നമ്മുടെ കർത്താവ്. അതുകൊണ്ട് എന്തു ഭയത്തോടെ നമ്മൾ ഓരോ ദിവസവും ജീവിക്കാനുള്ളതായ, സഭാജീവിതം നയിക്കാനുള്ളതായ ഉത്തരവാദിത്വമുണ്ട്. കർത്താവിൻ്റെ സഭയുടെ അംഗങ്ങളായി തീർന്നു എന്നുള്ളൊരു വലിയ പദവിയായിട്ടാണ് ഞാൻ കാണുന്നത്. എപ്പോഴും അങ്ങനെ ചിന്തിക്കുന്നത്. കാരണം ആ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെടാൻ പറ്റിയെന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമാണോ? എന്തോ ഒരു വലിയ പദവിയാണ്. പക്ഷേ എന്തൊരു വലിയ ഉത്തരവാദിത്വമാണ് അതിലുൾപ്പെടുന്നത് എന്നുള്ളതായ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും. ഇന്ന് ന്യായാധിപന്മാരുടെ പുസ്തകം 1-ാം അധ്യായമാണ് ഞങ്ങൾ കുടുംബ പ്രാർത്ഥനയിൽ വായിച്ചത്. അവിടെ നിങ്ങൾ വായിച്ചു കാണുമല്ലോ, 1-ാം അധ്യായമൊക്കെ വായിച്ചു കാണും. അതിൽ ദൈവം പകരം ചെയ്തു എന്ന് പറയുന്ന ഒരു പുറജാതി രാജാവുണ്ട്. വായിച്ചു തുടങ്ങിയുള്ളൂ, എങ്കിലും ഒന്ന് പറയാമോ? അങ്ങയുടെ പേരെന്ന് പറയാം. അതെ, ആ രാജാവിനെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന വാക്കുകൾ വളരെ ശ്രദ്ധേയമായിട്ടുള്ളതായ വാക്കുകളാണ്. നമ്മുടെ വിഷയത്തിൽ ഒത്തിരി പ്രസക്തമല്ലെങ്കിലും ആ വാക്യം നമുക്കൊന്നൊക്കെ വായിച്ചു പോകാം. ഈ മാസത്തിൽ പഠനഭാഗമല്ലേ. 1-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം ഒന്ന് വായിച്ച്. കൈകാലുകളുടെ പെരുമകൾ മുറിച്ച 70 രാജാക്കന്മാർ എൻ്റെ മേശയെങ്കിൽ നിന്ന് പെരുത്തിട്ടിരുന്നു. ഞാൻ ചെയ്തതുപോലെ തന്നെ ദൈവം എനിക്ക് പകരം ചെയ്തിരിക്കുന്നുവെന്ന് അദോനിബേസർ പറയുന്നു. അപ്പോൾ അവിടെ നാം കാണുന്നൊരു കാര്യം, ഒരു വാചകം കൂടെ ഉണ്ടല്ലോ, അത് അപ്പോൾ അവിടെ കാണുന്നൊരു കാര്യം, താൻ കടന്നുപോയ വളരെ പ്രയാസമുള്ളൊരു സാഹചര്യം. ഈ കൈകാലുകളുടെ പെരുവിരൽ മറിച്ച എത്രയും കുഴപ്പമുണ്ടെന്നുള്ളത് എനിക്കറിയാൻ പാടില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ മുറിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണം പ്രോപ്പറായിട്ട് കഴിക്കാൻ പറ്റുകയില്ല. അവരിങ്ങനെ അത് എന്തെങ്കിലുമൊക്കെ പെറുക്കി തിന്ന് അങ്ങനെ കഴിഞ്ഞുകൂടുക. എത്ര രാജാക്കന്മാരെയാണ് ഇങ്ങനെ കാണിച്ചത്? നമ്പർ അവിടെ പറയുന്നുണ്ട്. 70 രാജാക്കന്മാർ. ഇയാൾ എന്തൊരു ക്രൂരനായ മനുഷ്യനായിരുന്നു. കാരണം ഈ രാജാക്കന്മാർ എന്ത് ആഡംബരത്തിൽ അവിടെ രാജ്യത്ത് എന്തോരം പരിചാരകരോട് കൂടെ അവർ ജീവിതം ആസ്വദിച്ചുകൊണ്ടിരുന്ന ആളുകളാണ്. പക്ഷേ ഇപ്പോൾ പ്രോപ്പറായിട്ടൊരു ഭക്ഷണം വാരി കഴിക്കാൻ പോലും നിവൃത്തിയില്ലാത്ത നിലയിൽ അവർ അങ്ങനെ കഴിഞ്ഞുകൂടുന്നു എന്നുള്ളത് നമ്മൾ കാണുകയാണ്. ഈ മനുഷ്യൻ ഇത് കണ്ട് രസിക്കുക. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഹൃദയം എത്ര ക്രൂരമായൊരു ഹൃദയമായിരുന്നു എന്നുള്ളത് നമ്മൾ കാണുകയാണ്. പക്ഷെ അതേ നിലയിലേക്ക് ഇദ്ദേഹം വന്നു. ഇദ്ദേഹത്തിൻ്റെയും കൈകാലുകളുടെ പെരുവിരൽ മുറിച്ചു. അപ്പോൾ അദ്ദേഹം ഒരു യഹൂദനല്ല, ദൈവത്തെ അറിയേണ്ടതുപോലെ അറിഞ്ഞ ആളല്ല എന്നിരിക്കലും അദ്ദേഹം പറയുന്നൊരു വാചകമുണ്ട്, ദൈവം എനിക്ക് പകരം ചെയ്തിരിക്കുന്നു. ഞാൻ ഇന്ന് രാവിലെ ഞങ്ങൾ കുടുംബ പ്രാഥമിക വേദഭാഗം വായിച്ചപ്പോൾ വളരെ ഭയപ്പെട്ടു പോയൊരു കാര്യമാണ്. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും എങ്ങനെയുള്ള സന്ദർശനമാണ് ദൈവം നൽകുന്നത് എന്നുള്ളത് എല്ലാ ഭയത്തോടും കൂടെ ഉൾക്കൊള്ളാം. എല്ലാ ഭയത്തോടും കൂടി ഉൾക്കൊള്ളാം. ഈ രാജാവായിരിക്കുമ്പോൾ എന്നോട് ആരാ പകരം ചെയ്യാമെന്നൊക്കെ ചിലപ്പോൾ തോന്നും. പക്ഷേ ദൈവത്തിന് പകരം ചെയ്യാനായിട്ട് രാജാവാണെന്നുള്ളതോ
അല്ല പ്രജയാണെന്നുള്ളതോ ദാസനാണ് എന്നുള്ളതോ ഒന്നും വിഷയമല്ല. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, ഈ വാക്യങ്ങളിലൂടെയൊക്കെ നമ്മൾ ഈ ദിവസങ്ങളിൽ കടന്നു പോകുമ്പോൾ അത് വളരെ ഭയത്തോടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കട്ടെ. മൂന്നാമത് ഒരു കാര്യം ഇവിടെ പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് മാറുകയാണ്. പാപം പിൻതലമുറയെയും പ്രതികൂലമായി ബാധിക്കും. 21-ാം വാക്യം വായിച്ച് തുടങ്ങുമ്പോൾ നമുക്കൊരു ഭയം തോന്നാവുന്ന വാചകമാണ് അവിടെ വായിക്കുന്നത്. എന്നാ തുടങ്ങുന്നത്? അവളുടെ മക്കളെയും ഞാൻ കൊന്നുകളയും. അപ്പം അതുകൊണ്ട് ഞാൻ വളരെ ഭയത്തോടെ ഓർപ്പിക്കുകയാണ്. ഇത് സഭകൾക്കുള്ള ദൂതിലാണ് പറയുന്നത്. സഭാജീവിതത്തിൽ ഞാനും നിങ്ങളും ഏറെ ഭയത്തോടു കൂടി വർത്തിച്ചൊള്ളണം. കാരണം സഭ കർത്താവിൻ്റെ രക്തത്തിൻ്റെ സമ്പാദ്യമാണ്. ഈ രക്തത്തിൻ്റെ സമ്പാദ്യത്തിൽ നമുക്ക് തോന്നുന്നത് പോലെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമുക്ക് അനുവാദമില്ല. അതുകൊണ്ട് വളരെ ഭയത്തോടു കൂടി ഈ സത്യം ഉൾക്കൊള്ളേണ്ടതിന് ദൈവാത്മാവ് നമുക്ക് ഏവർക്കും ധാരാളം ദൈവകൃപ നൽകട്ടെ. ഈ വാചകം വായിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം വരുന്നത് ആഹാബിൻ്റെയും ഇസബേലിൻ്റെയും കുടുംബമാണ്. വിശദീകരണത്തിലേക്ക് ഈ ക്ലാസ്സിൽ ഞാൻ പോകുന്നില്ല, കാരണം അത് വിഷയം മാറിപ്പോകുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഞാൻ 2-3 റെഫറൻസ് പറയാം, എഴുതിയിട്ടോ. പിന്നെ നിങ്ങൾക്ക് സാവകാശം പോലെ വീട്ടിൽ പോയി വായിച്ചു നോക്കാൻ. 2 രാജാക്കന്മാർ 9-ാം അധ്യായത്തിൻ്റെ 7-8 വാക്യങ്ങൾ, 26-ാമത്തെ വാക്യം, 33-ാമത്തെ വാക്യം, 10-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം. ഇത് ഞാനിന്ന് പകൽ ഈ വാക്യങ്ങളിലൂടെയൊക്കെ കടന്നുപോയി ഒരു ദൈവഭയം പുതുക്കാനിടയായിട്ട് തീർന്നതാണ്. ഇവിടെ നമ്മൾ വായിക്കുന്നത് ആഹാബിൻ്റെയും ഇസബേലിൻ്റെയും കുടുംബം അനുഭവിക്കേണ്ടി വന്നതായ ശിക്ഷകൾ എത്രയോ വ്യക്തമായിട്ട് പറയുകയാണ്. 70 പിള്ളേരുടെ തലകൾ കൊണ്ടുവന്ന് 2 കൂമ്പാരമായിട്ട് യേഹൂവിൻ്റെ മുമ്പിൽ കൂട്ടിയിട്ടു എന്നാണ് നമ്മൾ ഒടുവിലത്തെ കുറിച്ച വാക്യത്തിൽ പറയുന്നത്. ലോക ചരിത്രത്തിൽ ഇത് സംഭവിച്ചിട്ടില്ല, ഇവിടെ മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. പിന്നെ എങ്ങ് സംഭവിച്ചതായിട്ട് നമുക്ക് അറിയാൻ പാടില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതായ കാര്യം, ഞാൻ പകരം ചെയ്യും എന്ന് പറയുമ്പോൾ അതെന്ത് ഗൗരവമുള്ളൊരു കാര്യമാണ്. നമ്മളിൽ തന്നെ ഒതുങ്ങി നിൽക്കുകയില്ല. പിന്നെയോ അത് നമ്മുടെ പിൻതലമുറകളിലേക്ക് പോകുന്നു എന്നുള്ളത് എത്രയോ ഭയത്തോടെ ഉൾക്കൊള്ളേണ്ടിയ കാര്യമാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം, നമ്മുടെ കർത്താവിൻ്റെ മഹത്വം വളരെ ഭയഭക്തിയോട് കൂടി ഉൾക്കൊള്ളേണ്ടതിന് ദൈവാത്മാവ് നമുക്ക് ഏവർക്കും ധാരാളം ദൈവകൃപ നൽകട്ടെ. അപ്പോൾ ഞാനിത് പറഞ്ഞു വരുന്നത് ഈ നമ്മുടെ വിഷയത്തോട് ബന്ധപ്പെടുത്താനുള്ള കാരണം, നമ്മുടെ കർത്താവിനെ വെളിപ്പെടുത്തുകയാണ്. അവകാശവാദങ്ങളിലൂടെ വെളിപ്പെടുത്തി ഉയർത്തെഴുന്നേറ്റ കർത്താവ് സഭകൾക്കുള്ള ദൂതുകളിൽ തന്നെ വെളിപ്പെടുത്തുന്നു എന്നുള്ളത് നമ്മൾ കാണുകയാണ്. അതുകൊണ്ട് നമുക്ക് ഈ സത്യങ്ങൾ വളരെ സൂക്ഷ്മതയോടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കണം. വിശ്വാസികളല്ലാത്ത ആളുകളും കർത്താവിൻ്റെ അവകാശവാദങ്ങളൊക്കെ കൃത്യമായിട്ടും പഠിച്ച് അതൊക്കെ പ്രസംഗിക്കുന്നതൊക്കെ ഈ ദിവസങ്ങൾ നിങ്ങൾ കേട്ട് കാണുമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വിശ്വാസികളായ നാം നമ്മുടെ പ്രാണപ്രിയൻ പറഞ്ഞിട്ടുള്ളതായ കാര്യങ്ങൾ എത്രയോ കൃത്യമായിട്ട് മനസ്സിലാക്കി നമ്മുടെ ഗുരുനാഥൻ്റെ മഹത്വം ഉൾക്കൊള്ളാനുള്ളതായ വലിയ ആവശ്യകതയുണ്ട്. ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഇപ്പം നമ്മൾ എന്തിനാ ചിന്തിച്ചെന്നറിയാമോ? ഇവിടെ കർത്താവ് നിങ്ങളാരാണ് എന്ന് പറയുകയാണ്. നിങ്ങളാരാണെന്ന് പറയാം, ഈ ശിഷ്യന്മാരോട് പറയുകയാണ്. നിങ്ങളാരാണ് എന്നുള്ളതായ കാര്യം വെളിപ്പെടുത്തുകയാണ്. അപ്പോൾ ഞങ്ങളാരാണെന്ന് ഞങ്ങൾക്കറിയാമല്ലോ എന്ന് അവർ വിചാരിച്ചില്ല, നമ്മളും വിചാരിക്കരുത്. നമ്മുടെ വിചാരം നമുക്കാണ് നമ്മളെക്കുറിച്ച് ഏറ്റവും നന്നായിട്ട് അറിയാവുന്നതെന്നാണ്. അത് വളരെ തെറ്റായ ഒരു ധാരണയാണ്. കാരണം നമുക്ക് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് കാര്യമായ ഒരു പിടുത്തവുമില്ല. നമുക്ക് വളരെ ലളിതമായ ചുരുങ്ങിയ അറിവുകളെ നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ളൂ. നമ്മുടെ ഈ ശരീരത്തെക്കുറിച്ചൊക്കെ പോലും വളരെ ചെറിയ അറിവുകൾ മാത്രമേ നമുക്കുള്ളൂ.
വേദോസ്തത്തിലൊരു വാക്യമുണ്ട്, ഭയങ്കരവും അതിശയവുമായിട്ടല്ലേ സൃഷ്ടിച്ചിരിക്കുക. അത് നമുക്ക് കൂടെ കൂടെ പറയാമെന്നുള്ളതല്ലാതെ കുറച്ചൊക്കെ പഠിച്ച ആളുകൾക്കും ഏതെങ്കിലും ഒരു പ്രത്യേക വകുപ്പൊക്കെ, പ്രത്യേക ഒരു അവയവത്തെക്കുറിച്ച് അങ്ങനെയൊക്കെ അറിയാമെന്നുള്ളതല്ലാതെ ഈ ശരീരത്തിൻ്റെ പ്രമാണങ്ങളും അതിൻ്റെ സൃഷ്ടിയിലുള്ള മഹത്വവും മുഴുവനും അങ്ങനെ ആർക്കും അറിയാനായിട്ട് കഴിയുകയില്ല. ഈ ശരീരത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ പോലും അറിയാനായിട്ട് കഴിയുകയില്ല. അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രിയിൽ വിനയത്തോടെ ഉൾക്കൊള്ളേണ്ട ഒരു പാഠം ഓർപ്പിക്കുകയാണ്. നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ സൃഷ്ടിതാവിനറിയാം. പിന്നെ രക്ഷിക്കപ്പെട്ട ദൈവമക്കളുള്ള ബന്ധത്തിൽ നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ പിതാവിനറിയാം. അതുകൊണ്ട് നമ്മൾ ഈ തിരിച്ചറിവോടുകൂടി വേണം വിജയകരമായിട്ട് ജീവിക്കുവാൻ. കാരണം എനിക്ക് എന്നെക്കുറിച്ച് തന്നെ ഒന്നും അറിയാൻ പാടില്ല കർത്താവേ, അങ്ങ് പറയുന്നതാണ് പറഞ്ഞാലേ അറിയാൻ പറ്റുകയുള്ളൂ എന്നുള്ളതായ ആ മനോഭാവം നമ്മെ ഭരിക്കുവാൻ ഇടയായിട്ട് തീരേണ്ടിയിരിക്കുന്നു. ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. അപ്പം അതുകൊണ്ട് വേദപുസ്തകത്തിൽ നമ്മെക്കുറിച്ചുള്ളതായ ധാരാളം കാര്യങ്ങൾ ദൈവാത്മാവ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ കർത്താവ് പറഞ്ഞ 2 വാക്യങ്ങളാണ് മത്തായി 5-ാം അധ്യായത്തിൻ്റെ 13ഉം 14ഉം വാക്യങ്ങൾ. ഈ സുവിശേഷങ്ങളിലേക്കൊക്കെ ലേഖനങ്ങളിലേക്കൊക്കെ വരുമ്പോൾ നമ്മൾ ആരാണ് എന്നുള്ളത് വെളിപ്പെടുത്തുന്നതായ ധാരാളം വാക്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ വിശദീകരിക്കാനായിട്ട് ശ്രമിക്കുന്നില്ല. അങ്ങനെയുള്ള ഇഷ്ടംപോലെ വാക്യങ്ങൾ ഉണ്ട്. ഇപ്പം നിങ്ങളോട് അതിൽ ചിലത് പറഞ്ഞാലും നിങ്ങൾ പറയും എന്നെനിക്കറിയാം. പക്ഷെ ഇപ്പോൾ നമ്മളങ്ങനെ ചോദിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഞാനൊരു സാമ്പിളിന് 1-2 വാക്യങ്ങളൊന്ന് പറയാം. വായിക്കേണ്ട ആവശ്യമില്ലാത്ത വാക്യങ്ങളാണ്. 1 യോഹന്നാൻ 3-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ, കാൺമീൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. 2-ാം വാക്യം തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടോ? 2-ാമത്തെ വാക്യം തുടങ്ങുന്നത്, പ്രിയമുള്ളവരെ നാം ഇപ്പോൾ ആരാകുന്നു? ദൈവമക്കൾ ആകുന്നു. അപ്പോൾ എന്തൊരു ഉറപ്പായിട്ടാണ് ഈ കാര്യം യോഹന്നാൻ അപ്പോസ്തലൻ ദൈവമക്കളെ ഓർപ്പിക്കുന്നത്. ഈ വാക്യം നിങ്ങൾ ഇന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നാൽ ഒരു ധൈര്യമാണ്. പ്രിയമുള്ളവരെ നാം ഇപ്പോൾ ദൈവമക്കൾ ആകുന്നു. ഞാൻ ഒരു സത്യം ഒന്ന് ഇവിടെ ചേർത്ത് പറയുക. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ പല ആളുകളും പറയുന്നത് നമ്മളങ്ങനെ ദൈവമക്കളാണെന്നൊന്നും പറയാൻ പാടില്ല. പിന്നെ നമ്മൾ മരിച്ച സ്വർഗത്തിൽ പോകുന്നൊന്നും അങ്ങനെ ഉറപ്പിച്ച് പറയാൻ പാടില്ല. ചില ആളുകൾ പറയുന്നത് അതൊക്കെ വലിയ അഹങ്കാരമാണ്, ഇത് എവിടെ നിന്ന് വന്ന ഉപദേശമാണ് എന്നറിയാൻ പാടില്ല. പ്രിയപ്പെട്ടവരെ, ഇവിടെ യോഹന്നാൻ പറഞ്ഞുറപ്പിക്കുകയാണ്, പ്രിയമുള്ളവരെ നാം ഇപ്പോൾ ദൈവമക്കൾ ആകുന്നു. എന്തിനാ യോഹന്നാൻ ലേഖനം എഴുതിയെന്നുള്ളത് 1 യോഹന്നാൻ 5-13 വാക്യത്തിലുണ്ട്. നിങ്ങൾക്ക് നിത്യജീവനുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിനാണ്. അപ്പോൾ ഒരാൾ യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായിട്ട് സ്വീകരിക്കുമ്പോൾ ദൈവമകനായിട്ട് തീരും. ആ ദൈവമകനാണെന്നുള്ള ആ ഉറപ്പ് എഴുതപ്പെട്ട വചനത്തിലൂടെ ഒരു ദൈവ പൈതലിന് ദൈവാത്മാവ് നൽകുന്ന വലിയൊരു അനുഗ്രഹമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ പത്യോപദേശത്തിൻ്റെ മഹത്വം ഉൾക്കൊള്ളുവാൻ നമുക്ക് ഭാഗ്യം കിട്ടി എന്നുള്ളത് നമുക്ക് വളരെ നന്ദിയോടുകൂടി ഓർക്കാം, ദൈവത്തെ സ്തുതിക്കാം. അന്ധകാരത്തിൽ തപ്പിത്തടയുന്ന, എങ്ങോട്ട് പോകുന്നു എന്നുള്ള നിശ്ചയമില്ലാതെ ജീവിക്കുന്ന ആളുകളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ കുറുപ്പുംപടിയിലൊരു വീട്ടിൽ പോകുമ്പോൾ അവിടുത്തെ ആ വീടിൻ്റെ ഒരു മുറിയിൽ TTCക്ക് പഠിക്കുന്നൊരു പയ്യൻ താമസിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവനോട് സുവിശേഷം പറയാനുള്ള അവസരം ഉണ്ടായി. അപ്പോൾ അവനൊരു ഉണർവ് കൂട്ടത്തിൽ പോകുന്നയാളായിരുന്നു. അവൻ പറഞ്ഞ വാചകം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്.
നമ്മൾ എന്ത് സൂക്ഷിച്ച് ജീവിക്കണം. ഒരു പാപം വന്നുപോയാൽ നമ്മൾ പോയില്ലേ നരകത്തിൽ. ആ പയ്യൻ എന്ത് ഭയത്തോടു കൂടിയാണ് ഈ വിഷയം കാണുന്നത്. കാരണം ദൈവവചനത്തിൻ്റെ പ്രകാശനമില്ലാതെ വരുമ്പോൾ വരുന്നതായ വലിയ തകർച്ചയാണത്, വലിയ അരിഷ്ടതയാണത്. പ്രിയപ്പെട്ടവരെ, നാം അത് കാണുകയാണ്. ഈ കൃപയിലേക്ക് വന്ന് രക്ഷിക്കപ്പെട്ടിട്ടില്ലെന്ന് വേണം മനസ്സിലാകാൻ. ഇരുളിൽ നടക്കുന്നവൻ താൻ എവിടെ പോകുന്നു എന്ന് അറിയുന്നില്ലല്ലേ. അപ്പോൾ വെളിച്ചത്തിലേക്ക് വന്നാൽ, രക്ഷിക്കപ്പെടാനിടയായിട്ട് തീർന്നാൽ, ഈ അറിവാണ് ദൈവം ആദ്യം കൊടുക്കുന്നത്. ആ അറിവിൽ വിശ്വാസികളെ ഉറപ്പിക്കുകയാണ് യോഹന്നാൻ അപ്പോസ്തലൻ ഈ വാക്യത്തിൽ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഈ കാര്യം, നമ്മൾ ദൈവമക്കളാണെന്നുള്ളത് നമ്മെ പറഞ്ഞ് ഉറപ്പിക്കുകയാണ്. നമുക്കെല്ലാം അറിയാവുന്ന ഒരു വാക്യം കൂടി പറയാം. റോമർ 8:16 വാക്യം, നാം ദൈവത്തിൻ്റെ മക്കൾ എന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോടു കൂടെ സാക്ഷ്യം പറയുന്നു. അപ്പോൾ നമ്മിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ സാക്ഷ്യം പറഞ്ഞ് നമ്മെ ഉറപ്പിച്ച് നിർത്തുന്നു എന്നുള്ളതായ വലിയ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതായ കാര്യം, നമ്മുടെ കർത്താവ് ഇവിടെ ശിഷ്യന്മാരെ അവരാരാണ് എന്നുള്ളതായ കാര്യം പറഞ്ഞ് വ്യക്തമാക്കുന്നു എന്നുള്ളത് നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ വാക്കുകൾ ചിന്തിക്കുമ്പോൾ ശിഷ്യന്മാരോട് കർത്താവ് പറയുന്ന ആദ്യ വാക്യം മാത്രം നമുക്കിപ്പോൾ ഇന്ന് ചിന്തിക്കാം. അത് മുഴുവനും നമുക്ക് ധ്യാനിക്കാൻ പറ്റില്ലെങ്കിൽ അതിൽ നിന്ന് ഞാൻ ചില ചിന്തകൾ പറയാം. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. അപ്പോൾ ഈ ശിഷ്യന്മാരോട് കർത്താവ് പറയാം, നിങ്ങൾക്ക് എന്ത് ഉത്തരവാദിത്വമാണെന്നറിയാമോ? നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. എനിക്ക് ഈ വാക്യങ്ങൾ പറയുമ്പോൾ ഒരു ദൈവദാസനോട് എൻ്റെ ഹൃദയത്തിലൊരു കടപ്പാടുണ്ട്. രാമമംഗലത്ത് ആ വാടക വീട്ടിൽ കൂടിക്കൊണ്ടിരുന്ന കാലത്ത് ഒരു സഹോദരൻ സഭയിൽ വന്നു. നിങ്ങളിൽ പലരും അറിയുന്നൊരു സഹോദരനാണ്. അന്ന് അദ്ദേഹം ദോഹയിൽ ജോലി ചെയ്യുകയായിരുന്നു. സോളമൻ സഹോദരൻ കുറച്ച് സഹോദരന്മാരോടുകൂടെ രാമമംഗലത്ത് അവിടെ വന്നായിരുന്നു. അപ്പോൾ അന്ന് അദ്ദേഹം വചനം പറഞ്ഞപ്പോൾ ഈ മത്തായി 13-14 വാക്യങ്ങളെ അധികരിച്ചാണ് ഒരു പ്രസംഗം പറഞ്ഞത്. അന്ന് അദ്ദേഹം വളരെ ഊന്നി പറഞ്ഞൊരു സത്യമാണ്. ഈ പ്രസംഗത്തിൽ കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ വളരെ വ്യത്യസ്തരായിട്ടുള്ള ആളുകളാണ്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ഭൂമിക്ക് എല്ലാ അർത്ഥത്തിലും പ്രയോജനമുള്ളവരായി, രുചി വരുത്തുന്നവരായി, അതിൻ്റെ നിലനിൽപ്പിന് വേണ്ടി നിങ്ങളുടെ പങ്ക് നിർവഹിക്കുന്നവരായി ജീവിക്കുവാൻ കടപ്പെട്ടവരാണ് എന്നുള്ളതായ കാതലായ സത്യം നമ്മുടെ കർത്താവ് തൻ്റെ ശിഷ്യന്മാരിലേക്ക് കൈമാറുകയായിരുന്നു. അന്നു മുതൽ ഈ ഗിരിപ്രഭാഷണം വായിക്കുമ്പോൾ ഈ വാക്യത്തിൻ്റെ വീക്ഷണം എന്നെ ഏറെ സഹായിക്കുവാൻ ഇടയായിട്ട് തീർന്നിട്ടുണ്ട്. ഇന്ന് രാത്രിയിൽ നമ്മൾ ഈ വാക്യത്തിലൂടെ കടന്നു പോകുമ്പോൾ നാം ആരാണ്? നാം ഭൂമിയുടെ ഉപ്പായിട്ട് വർത്തിക്കേണ്ടവരാണ് എന്നുള്ളതായ വലിയ സത്യം നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കട്ടെ. ഈ ഭൂമിയുടെ ഉപ്പ് എന്ന് പറയുമ്പോൾ അതിനൊരു നിബന്ധനയില്ല, അതിരില്ല. പിന്നെയോ ഏറെ വിശാലമായ നിലയിൽ അനേകർക്ക് ആശ്വാസമായിരിക്കാനുള്ളതായ വലിയ ഉത്തരവാദിത്വം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ ഇപ്പോൾ എടുത്ത് പറയണം എന്ന് ആഗ്രഹിക്കുന്നതായ കാര്യം, അതെവിടെ ചിന്തിച്ചു തുടങ്ങണം? നമുക്ക് ആദ്യം വീട്ടിൽ ചിന്തിച്ചു തുടങ്ങാം. കാരണം
നമ്മളൊരു വീട്ടിൽ പാർക്കുമ്പോൾ ആ വീട്ടിൽ ഉപ്പായിട്ട് ആയിരിക്കാനുള്ള വലിയ ആവശ്യകത ഉണ്ട്. ഇതിലെ മറ്റു വ്യാഖ്യാനങ്ങളിലേക്കൊന്നും നമ്മൾ തൽക്കാലം പോകണമെന്ന് വിചാരിക്കുന്നില്ല. കാരണം ഒത്തിരി വിസ്തൃതമായിട്ട് നമുക്ക് പഠിച്ചാൽ ഒത്തിരി നാളുകൾ ഈ പഠനം തുടരേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി വിസ്തൃതമാകേണ്ട എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഈ ഉപ്പിൻ്റെ ഗുണം പുതിയ നിയമത്തിലൊരു ലേഖനത്തിൽ പറഞ്ഞിട്ടുള്ള പ്രസിദ്ധമായിട്ടുള്ളൊരു വാക്യം ഉണ്ട്. കൊലോസ്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യമാണ്. വാക്യൻ്റെ ആവശ്യമില്ലല്ലോ. നിങ്ങളുടെ വാക്ക് എങ്ങനെയുള്ളതായിരിക്കണം? ഉപ്പിനാൽ രുചി വരുത്തിയത് ആയിരിക്കണം. ഈ ഒരൊറ്റ പാഠം നിങ്ങളൊന്ന് പഠിച്ചു നോക്കിക്കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ വീട്ടിൽ പറയുന്ന വാക്കുകൾ കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതും ആയിരിക്കണം. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് വർത്തിക്കാനായിട്ട് സാധിക്കുന്നത് എത്രയോ വലിയ അനുഗ്രഹമാണ്. ഞാൻ വേദിയിൽ കേട്ടൊരു വാചകം ഇവിടെ ചേർത്ത് പറയുകയാണ്. സ്നേഹമാകുന്ന ഉപ്പില്ലാതെ കുടുംബ ബന്ധങ്ങൾ രുചികരമാവില്ല. ഈ അടുത്ത ദിവസം ഒരു വേദിയിൽ കേട്ട വാചകമാണത്. അപ്പോൾ സ്നേഹമാകുന്ന ഉപ്പില്ലാതെ കുടുംബ ബന്ധങ്ങൾ രുചികരമാകില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു എന്ന് പറയുമ്പോൾ നമുക്കത് ഓരോ സ്റ്റെപ്പിലും ചിന്തിക്കാം. നാം ആയിരിക്കുന്ന ഭവനത്തിൽ ഈ ക്വാളിറ്റി സൂക്ഷിച്ച് നാം ആയിരിക്കുന്നു എന്നുള്ളത് സൂക്ഷ്മതയോടുകൂടി ഉറപ്പുവരുത്തുവാനായിട്ട് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ആ സർക്കിൾ കഴിഞ്ഞാൽ പിന്നെ നമുക്കുള്ള പ്രധാനപ്പെട്ട സർക്കിൾ ഏതാണ്? കുടുംബം കഴിഞ്ഞാൽ പിന്നെ സഭ, ആത്മീക കുടുംബമായിരിക്കുന്ന സഭ. സഭയിൽ വർത്തിക്കുമ്പോൾ, സഭയിൽ സംസാരിക്കുമ്പോൾ, പെരുമാറുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അതിൻ്റെ ഉപ്പാണ് എന്നുള്ളതായ ആ വലിയ ഉൾക്കാഴ്ച മറന്നു പോകാതെ നമുക്ക് ആയിരിക്കാനായിട്ട് സാധിക്കട്ടെ. നമ്മുടെ കർത്താവ് പറഞ്ഞ ഈ വാക്കുകൾ എന്ത് മനോഹരമായ വാക്കുകളാണ്. എന്തൊരു വലിയ ഉത്തരവാദിത്വമാണ് നമ്മുടെ കർത്താവ് ശിഷ്യന്മാരിലേക്ക് കൈമാറിയത്. ഇനി അടുത്ത തലം, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. നമുക്ക് പുറത്തുള്ള ആളുകളോടൊക്കെ ഇടപെടേണ്ട ആവശ്യം വരും, പെരുമാറേണ്ടതായ ആവശ്യം വരും. നമ്മുടെ പെരുമാറ്റവും നമ്മുടെ സംസാരവും ഇടപഴകലുമൊക്കെ അവർക്ക് ആസ്വാദ്യമായിരിക്കുന്നു എന്നുള്ളത് വളരെ സൂക്ഷ്മതയോടു കൂടി ഉറപ്പ് വരുത്തുവാനുള്ളതായ ഉത്തരവാദിത്വമുണ്ട്. നമ്മുടെ കർത്താവ് ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഞാൻ വളരെ പ്രാർത്ഥനയോടെ ഇത് പറഞ്ഞ പശ്ചാത്തലം ഒന്ന് പറയാനായിട്ട് ശ്രമിക്കുകയാണ്. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഇനി നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ ചിന്തിച്ചൊരു വാക്യം ചേർത്ത് ഓർക്കണം. ആ വാക്യം നമുക്ക് മനഃപ്പാഠം പറയാമായിരിക്കും, എങ്കിലും ഒന്ന് വായിച്ചോ. 11-ാമത്തെ വാക്യം നമ്മൾ 2-3 ആഴ്ചകളായിട്ടിങ്ങനെ വളരെ വിശദമായിട്ട് ചിന്തിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്ത വാക്യമാണ്. 11-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. അപ്പോൾ അവിടെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വിശദീകരിച്ച കാര്യങ്ങളിലേക്ക് നമ്മളിപ്പോൾ പോകുന്നില്ല. ഈ വാക്യത്തിൽ നിങ്ങളെ ആളുകൾ എന്തു ചെയ്യുന്നു എന്നുള്ളത് 3 വാക്കുകളിൽ നമ്മുടെ കർത്താവ് വ്യക്തമാക്കിയിരിക്കുക. കഴിഞ്ഞ ദിവസമൊക്കെ ഇതല്ലേ നമ്മൾ ഒത്തിരി ചിന്തിച്ചത്. പക്ഷേ ഞാനിതിൻ്റെ ഒരു കണക്ഷൻ ഒന്ന് പറയാനായിട്ട് ശ്രമിക്കുകയാണ്. നിങ്ങളെ പഴിക്കുകയാണ്. 2, നിങ്ങളെ ഉപദ്രവിക്കുകയാണ്. അങ്ങോട്ടൊന്നും നമ്മുടെ കാര്യങ്ങൾ ഒത്തിരി എത്താറില്ല. നമ്മളെ ആളുകൾ പഴിക്കുകയായിരിക്കും,
പക്ഷെ ഉപദ്രവത്തിലേക്കൊന്നും നമ്മൾ ഒത്തിരി എത്തിയിട്ടില്ല. പക്ഷെ ഇവിടെ ഉപദ്രവിക്കുകയാണ്. പിന്നെ മൂന്നാമത്തേതൊക്കെ നമ്മൾ ചിന്തിച്ചാണ്, നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയാണ്. അപ്പോൾ നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ, സ്വർഗത്തിൽ നിങ്ങൾ പ്രതിഫലം വലുതാകൊണ്ട് ഉല്ലസിപ്പിൻ. അടുത്ത വാക്യത്തിലേക്ക് വരുമ്പോൾ കർത്താവ് പറയുകയാണ്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകും എന്ന് പറഞ്ഞാൽ നിങ്ങളെ പഴിക്കുന്ന ആളുകൾ, നിങ്ങളെ ഉപദ്രവിക്കുന്ന ആളുകൾ, നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുന്ന ആളുകളോട് നിങ്ങൾ അവരെ എങ്ങനെ കാണണം, എങ്ങനെ അവരോട് പെരുമാറണമെന്നുള്ളത് ഈ ഒരൊറ്റ കൊച്ചു വാചകത്തിൽ നമ്മുടെ കർത്താവ് ശിഷ്യന്മാരിലേക്ക് കൈമാറുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ പ്രായോഗികതയും വിശദീകരണമാണ് ഗിരിപ്രഭാഷണം. ഇനി നമ്മൾ മുമ്പോട്ട് പഠിച്ച് നീങ്ങുമ്പോൾ വളരെ തെറ്റായി പ്രതികരിക്കുന്ന ആളുകൾ, വളരെ മോശമായിട്ട് സംസാരിക്കുന്ന ആളുകൾ, പക്ഷേ അവരോട് ഞാൻ ആരാണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞ് വർത്തിക്കാനുള്ള വലിയ ഉത്തരവാദിത്വം നമ്മുടെ ഗുരുനാഥൻ ഇവിടെ നമ്മെ ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മളൊരിക്കലും നമ്മുടെ പെരുമാറ്റത്തിൽ വ്യത്യാസം ഉണ്ടാകാനായിട്ട് പാടില്ല. ചില ആളുകൾ ചില കുറ്റങ്ങളൊക്കെ ചെയ്തു കഴിയുമ്പോൾ പറയും, എന്നോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഞാനങ്ങനെ പറഞ്ഞത്. അത് ആത്മീയന്മാരുടെ ലക്ഷണമല്ല. നിങ്ങളോട് മോശമായി പറഞ്ഞിട്ടുണ്ടായിരിക്കാം, അത് അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വം. പക്ഷേ നിങ്ങളാരാണ് എന്നുള്ളത് മറന്നു പോകരുത്. ഈ മോശമായി സംസാരിക്കുന്ന ആളോട് മോശമായി സംസാരിക്കാനാണെങ്കിൽ പിന്നെ നമുക്ക് ഈ വ്യത്യാസത്തിൻ്റെ ആവശ്യം തന്നെ ഉള്ളത്. പാപികളും അങ്ങനെയല്ലേ പെരുമാറുന്നത്? മോശമായി സംസാരിച്ചാൽ അവർ തിരിച്ചും മോശമായിട്ട് സംസാരിക്കും. അപ്പോൾ മോശമായി സംസാരിക്കുന്ന ആളോട് നമ്മൾ മോശമായിട്ട് സംസാരിക്കുന്നതെങ്കിൽ നമ്മൾ എവിടെ വ്യത്യാസമുണ്ട്? അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, നിങ്ങളങ്ങനെ പെരുമാറാൻ പാടില്ല, നിങ്ങൾ ഭൂമിയുടെ ഒപ്പാണ്. അതുകൊണ്ട് ഈ വലിയ വാക്കുകൾ, നമ്മുടെ പ്രാണപ്രിയൻ്റെ വാക്കുകൾ, നമ്മുടെ കർത്താവിൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹം ഇന്ന് രാത്രിയിൽ ഏറ്റെടുക്കാനായിട്ട് നിങ്ങൾ തീരുമാനിച്ചാൽ ഇന്നു മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ഭയങ്കര വ്യത്യാസം ഉണ്ടാകും. എന്നെ കർത്താവ് ഭൂമിയുടെ ഉപ്പാക്കി നിർത്തിയിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് ഈ അഴുക്കിനെ മാറ്റുന്നതും ഉപ്പിൻ്റെ ഒരു പരിപാടിയാണല്ലോ, ഞാൻ പിന്നെ പറയാതെ. പ്രിയപ്പെട്ടവരെ, അപ്പോൾ അതിൻ്റെ എല്ലാം നടുവിൽ നാം ആരാണെന്നുള്ളതായ ശരിയായ തിരിച്ചറിവോടു കൂടി പ്രതികരിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ഇവിടെ ഞാനൊരു ജയാളിയെക്കുറിച്ച് പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ജയാളി ആരായിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പോസ്തലനായ പൗലോസ്. ആ മനുഷ്യൻ്റെ ജീവിതം നിങ്ങൾ നോക്കിയാൽ ഈ വാക്കുകൾ അതുപോലെ നിവർത്തിക്കപ്പെട്ടൊരു മഹാനായ മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹം മുമ്പാരായിരുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. ഇപ്പോൾ എടുത്തു വായിക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഞാനങ്ങ് പറയാം. 1 തിമോഥെയോസ് 1-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ ഞാൻ കൂടെ ചിന്തിക്കുന്നൊരു വാക്യമാണ്, ഞാൻ മുമ്പേ ദൂഷകനും ഉപദ്രവിയും നിഷ്ഠൂരനുമായിരുന്നു. നമുക്ക് ആ വാക്കുകൾ കേൾക്കുമ്പോൾ ഒരു തർക്കവും തോന്നില്ല, ഒരു അഭിപ്രായ വ്യത്യാസവും തോന്നില്ല. കാരണം അപ്പോസ്തല പ്രവൃത്തിയുടെ 7-ാം അധ്യായവും അവിടുത്തെ സംഭവമൊക്കെ നമുക്കറിയാം. അദ്ദേഹം അതെല്ലാം ഉൾക്കൊണ്ട് പറയുകയാണ്, ഞാൻ മുമ്പേ ദൂഷകനായിരുന്നു, ഉപദ്രവിയായിരുന്നു, നിഷ്ഠൂരനായിരുന്നു. 15-ാമത്തെ വാക്യത്തിൽ ആ പാപികളിൽ ഞാൻ ഒന്നാമനായിരുന്നു. തൻ്റെ പൂർവ്വകാലം പറയുകയാണ്. പക്ഷേ കർത്താവിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ പൗലോസ് അനുഭവിച്ചതായ കഷ്ടതകൾ, പൗലോസ് അനുഭവിച്ചതായ ഉപദ്രവങ്ങൾ, പൗലോസിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതായ ഇല്ലാത്ത കാര്യങ്ങൾ എന്തെല്ലാം ദൈവവചനത്തിൽ ദൈവാത്മാവ് രേഖപ്പെടുത്തി തന്നിട്ടുണ്ട്.
നമുക്കിനി ഒരു വാക്യം വായിക്കാം. ഞാനീ പറഞ്ഞ ആശയങ്ങളെല്ലാം അവിടെ ഉറപ്പിക്കപ്പെടുവാൻ ഇടയായിട്ട് തീരും. നമുക്കറിയാവുന്ന വാക്യമാണ്, നമ്മുടെ ബൈബിൾ പരീക്ഷ വഴി മനപ്പാഠം പഠിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. 1 കൊരിന്ത്യർ 4-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. സ്വന്തം കൈയാൽ വേല ചെയ്ത് അധ്വാനിക്കുന്നു, ശകാരം കേട്ടിട്ട് ആശീർവദിക്കുന്നു, ഉപദ്രവം കേട്ടിട്ട് സഹിക്കുന്നു, ദൂഷണം കേട്ടിട്ട് നല്ല വാക്ക് പറയുന്നു. എന്തൊരു വിജയത്തിൻ്റെ വാക്കുകളാണ് നാം അവിടെ വായിക്കുന്നത്. എന്നാലതിൽ ഓരോ കാര്യങ്ങളും വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. പൗലോസിനെ ശകാരിക്കാൻ ആളുകളുണ്ട്. ശകാരിക്കുന്നവരെ തിരിച്ച് ശകാരിക്കുന്നില്ലെന്ന് മാത്രമല്ല, നമ്മുടെ കർത്താവിനെ കുറിച്ച് പത്രോസ് അപ്പോസ്തലൻ ഇതൊക്കെ പറയുന്നുണ്ടല്ലോ, തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെയും കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണം പറയാതെയും ന്യായമായി വിധിക്കുന്നുവെങ്കിൽ കാര്യം ഫലമേൽപ്പിച്ചു. നമ്മുടെ കർത്താവിനെ കുറിച്ച് പത്രോസ് എഴുതുന്ന വാക്കിലാണ്. ഇവിടെ പൗലോസിൻ്റെ വാക്ക് ഇതിനപ്പുറത്താണ്. ശകാരം കേട്ട് തിരിച്ച് ശകാരിക്കുന്നില്ലെന്ന് മാത്രമല്ല, ശകാരം കേട്ടിട്ട് എന്ത് ചെയ്യുകയാണ്? ആശീർവദിക്കുന്നു. ഉപദ്രവമേറ്റിട്ട് സഹിക്കുന്നു. തിരിച്ചുപദ്രവിക്കാൻ അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണോ? അല്ല. സ്തേഫാനോസിനെ കൊല ചെയ്തതിൽ മുഖ്യ പങ്ക് വഹിച്ച ആളാണ് പഴയ പൗലോസ്. പക്ഷേ ഇപ്പോൾ ഉപദ്രവം ഏൽക്കുന്നുണ്ട്. ഉപദ്രവമേറ്റിട്ട് സഹിക്കുകയാണ്. ദൂഷണം കേട്ടിട്ട് നല്ല വാക്ക് പറയുകയാണ്. മുമ്പേ ദൂഷണമായിരുന്നു, പക്ഷെ ഇപ്പോൾ ദൂഷണം കേട്ടിട്ട് നല്ല വാക്ക് പറയുകയാണ്. സുവിശേഷം വരുത്തിയ അതിശയകരമായ രൂപാന്തരം. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം, നമ്മുടെ കർത്താവ് 11-ാം വാക്യത്തിൽ പഴി കേൾക്കേണ്ട കാര്യവും ഉപദ്രവം സഹിക്കേണ്ട കാര്യവും എല്ലാത്തിന്മേയും കളവായി പറയുന്ന കാര്യവും എല്ലാം പറഞ്ഞിട്ട് പറയുകയാണ്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ജീവിച്ചിട്ടുള്ള ദൈവഭക്തന്മാർ ഉണ്ട്. നമ്മുടെ കർത്താവ് അതിൻ്റെ എത്ര നല്ല മാതൃകയാണ്. അത് ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ജയാളികളായിട്ട് ജീവിച്ചിട്ടുള്ള ഈ വാക്കുകൾ അതുപോലെ അനർത്ഥമാക്കിയിട്ടുള്ള എത്രയോ ഭക്തന്മാരെ ബൈബിളിൻ്റെ താളുകളിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട്. അതിന് പുറത്തും കാണുന്നുണ്ട്. സാക്ഷികളുടെ വലിയൊരു സമൂഹമുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഈ വലിയ ഉൾക്കാഴ്ച ഏറ്റെടുത്ത് വരുന്ന ദിവസങ്ങളിൽ ജീവിക്കേണ്ടതിന് ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഒരു റെഫറൻസ് ഒന്ന് എഴുതിയിട്ടുള്ളൂ. റോമാലേഖനം 12-ാം അധ്യായത്തിൽ വരുമ്പോൾ 21-ാമത്തെ വാക്യത്തിൽ അവിടെ പൗലോസിൻ്റെ ഒരു പ്രബോധനമുണ്ട്. തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഗുരുനാഥൻ്റെ വഴി അതാണ്. നമ്മുടെ ഗുരുനാഥൻ ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്തു. അതൊന്നും കുഴപ്പമില്ല, അതെല്ലാം ഞാൻ അറിയുന്നുണ്ട്. അതിൻ്റെ നടപടി വേണമെങ്കിൽ ഞാനെടുത്തോളാം. നിങ്ങളെടുക്കാൻ പോകണ്ട. നിങ്ങൾ ഭൂമിയുടെ ഒപ്പാകുന്നു. അതുകൊണ്ട് നാം ആരാണെന്നുള്ളത് തിരിച്ചറിഞ്ഞ് ആ വലിയ അഭിമാനത്തോടു കൂടി ഞാൻ സുവിശേഷത്താൽ രൂപാന്തരപ്പെട്ടവനാണെന്നുള്ളത് നമ്മുടെ വാക്കുകളിൽ, നമ്മുടെ പെരുമാറ്റത്തിൽ ഏറ്റവും കൃത്യമായി സൂക്ഷിച്ചുകൊണ്ട് ഈ തലമുറയിൽ സാക്ഷ്യം കൊടുക്കത്തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ഏവർക്കും ധാരാളം ദൈവകൃപ നൽകട്ടെ. അപ്പോൾ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന ഈ പ്രസംഗത്തിൻ്റെ കാതലായ രൂപാന്തരത്തിൻ്റെ തുടക്കമാണ് 5-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം. അവിടെ നമ്മൾ ഭൂമിയുടെ ഉപ്പാണെന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് മറ്റുള്ളവർക്ക് ആശ്വാസമായിട്ട്, സന്തോഷമായിട്ട്, രുചി വരുത്തുന്നവരായിട്ട് നമ്മുടെ ജീവിതം തീരട്ടെ. ഈ സഭാജീവിതത്തിൻ്റെ ആസ്വാദ്യത എന്ന് പറയുന്നത് ഇങ്ങനെ സഭാംഗങ്ങൾ അന്യോന്യം വർത്തിക്കാൻ ഇടയായിട്ട് തീരുമ്പോൾ സഭാജീവിതം ആസ്വാദ്യമായിട്ട് തീരും. അതുകൊണ്ട് അങ്ങനെ വരുന്ന നാടുകളിൽ നമ്മുടെ സഭാജീവിതം നയിച്ച് ജയാളികളായിട്ട് ജീവിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്കെല്ലാവർക്കും ധാരാളം ദൈവകൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വാക്കുകൾ ഉപസംഹരിക്കട്ടെ.
കർത്താവിൻ്റെ വിലയേറിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.